പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വീഡിയോ ആണ് മക്കളെ. എന്താന്ന് വെച്ചാൽ ഇന്ന് ഹർത്താലാണ്. അപ്പോൾ എന്താ പറയാ, വീട്ടിലുള്ള പണികളൊക്കെ നല്ല സമാധാനത്തിൽ എടുക്കാൻ ടൈമുണ്ട്, പുറത്തൊന്നും പോകണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു കൂട്ടുകാർക്ക് രാവിലെ മുതൽ ഉച്ച വരെയുള്ള വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്യാമെന്ന്. കുറേ ആയില്ല ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ദേ എൻ്റെ കിളികളുടെ സൗണ്ടും പക്ഷികളുടെ സൗണ്ട്, പക്ഷിയും കിളിയും ഒന്നാണ്, എന്നാലും എല്ലാതിൻ്റെ സൗണ്ടും തത്തൻ്റെ സൗണ്ടും എല്ലാം ആയിട്ട് ഞാൻ വന്നിരിക്കുന്നു നിങ്ങളുടെ മുന്നിലേക്ക്. അപ്പോൾ എന്താ പറയുക, കൂടുതൽ ലാഗ് അടുപ്പിക്കാതെ നമുക്ക് വീഡിയോ കണ്ട് നോക്കിയാലോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, വരും. അപ്പം അങ്ങനെ സുബഹി നിസ്കാരം കഴിഞ്ഞു ചായൻ്റെ പരിപാടിയിലേക്കാണ്. കോഴിമുട്ടയും കാടൻ മുട്ടയും വേവിക്കാൻ വെക്കുന്നുണ്ട്. കുക്കറിലാണ് വെക്കുന്നത്, പെട്ടെന്ന് വെന്ത് കിട്ടും, ഒറ്റ വിസിൽ മതി. നമ്മുടെ കോഴിമുട്ടയുടെ കൂടെ ഇപ്പം അങ്ങനെ ഫ്ലെയിം ഓൺ ചെയ്തു മുട്ട അടുപ്പിൽ വെക്കുന്നുണ്ട്. ഒറ്റ വിസിൽ തന്നെ വെന്ത് കിട്ടും. മുട്ട അവിടുന്ന് വേവട്ടെ, അപ്പോഴേക്കും നമുക്ക് അരി കഴുകിയെടുക്കുക. അതായത് ഇന്നലെ രാത്രി പച്ചരി ദോശക്ക് കുതിർത്തിയായിരുന്നു, അതെടുത്തിട്ട് കഴുകി വെക്കാം. കറിക്ക് ഗ്രീൻ പീസാണ്, ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും ഇട്ടിട്ടൊരു കുറുമ പോലെ കറി വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫേവററ്റ് കറിയാണ് ഗ്രീൻ പീസ്. അങ്ങനെ അരി കഴുകിയെടുത്തു. അപ്പോഴേക്കും നമ്മുടെ മുട്ട ഇവിടെ വിസിലടിച്ച് വരുന്നുണ്ട്. അങ്ങനെ മുട്ട റെഡിയായി. മുട്ട ഒന്ന് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് നമുക്ക് ചായ വെക്കണം. ചായക്ക് ഞാനിവിടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പാലും വെച്ചു. ഇനി തിളക്കട്ടെ. ചായ തിളക്കുമ്പോഴേക്കും നമുക്ക് അരി അരക്കാം. അങ്ങനെ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തു. അരി അരക്കാൻ പോവുകയാണ്. പച്ചരി ദോശയാണ്, നല്ല അടിപൊളി തട്ടുകട ദോശ. തട്ടുകട ദോശയും നമ്മുടെ ഗ്രീൻ പീസ് കുറുമയും അടിപൊളി കോമ്പിനേഷനാണ്. തട്ടുകട എന്ന് പറയും, നീർദോശ എന്ന് പറയും, പച്ചരിൻ്റെ ദോശ എന്ന് പറയും, അങ്ങനെ പല 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 പേരുകളുണ്ട്. അങ്ങനെ മുട്ടയുടെ വിസിലെല്ലാം പോയി ഞാൻ കുക്കർ ഓപ്പൺ ചെയ്യാൻ പോവാണ്. നമുക്ക് മുട്ട കുക്കറിൽ നിന്ന് മാറ്റിയിട്ട് വെള്ളത്തിലിടാം, തണിഞ്ഞ് വരട്ടെ. അതിനായിട്ട് ഞാൻ സിങ്കിലേക്കാണ് ഒഴിക്കുന്നത്. ചൂടായതുകൊണ്ട് പൈപ്പ് തുറന്ന് വെച്ചു. അപ്പം കുക്കറിൻ്റെ ബ്ലാക്ക് കളർ കണ്ടിട്ട് നിങ്ങളൊന്നും തോന്നണ്ട, അത് മുട്ട വേവിക്കുന്നത്. മുട്ട വേവിക്കാൻ മാത്രമാണ് നമ്മൾ ആ കുക്കർ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ബ്ലാക്ക് കളറായിട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചായ ഇവിടെ റെഡിയായി. ചായപ്പൊടി ഇടുവാണ്. ഒരു എന്താ പറയുക, 2.5 ടീസ്പൂൺ ചായപ്പൊടിയാണ്. നല്ല സ്ട്രോങ് ഉള്ള ചായപ്പൊടിയാണ്. എനിക്കാണെങ്കിൽ നല്ല സ്ട്രോങ് ചായ വേണം. അപ്പോൾ അങ്ങനെ ചായയും റെഡിയായി. അങ്ങനെ ഇനി ചായ കുടിച്ചിട്ട് മറ്റുള്ള പരിപാടിയിലേക്ക് പോകാം. അങ്ങനെ ഞാനും ഉമ്മയും ചായ കുടിച്ച് കഴിഞ്ഞ് ഇവിടെ ഗ്രീൻ പീസ് വേവിക്കാൻ വെക്കുവാണ്. ഫ്ലെയിം ഓൺ ചെയ്തു, ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചു. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ദോശയും ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കുക്കർ വിസിലടിച്ചു. ഗ്രീൻ പീസിൻ്റെ ദോശയും ഇവിടെ റെഡി ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കുറുമ വേവിക്കാൻ വെച്ച ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങ് തക്കാളി ഉള്ളി എല്ലാം ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് വറവിട്ടെടുക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ കടുകിട്ടു, പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്, വറ്റൽമുളകില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. കറിവേപ്പിലയും ചില്ലി ഫ്ലേക്സും കടുകും എല്ലാം ഒന്ന് നല്ലപോലെ മൂത്തതിൻ്റെ ശേഷം നമുക്ക് വേവിച്ചെടുത്ത് വെച്ച ഗ്രീൻ പീസിൻ്റെ ഐറ്റംസും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് തിളച്ചതിൻ്റെ ശേഷം ഞാൻ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് ടൈമും കൂടി അടച്ച് വെക്കാം. നമുക്ക് അടച്ച് വെന്തതിൻ്റെ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ നല്ലപോലെ അരച്ചിട്ട് 1-ാം പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്, 2-ാം പാലൊന്നും ആക്കിയിട്ട് എടുത്തിട്ടില്ല. നല്ല കട്ടിക്ക് തന്നെയാണ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ എടുക്കുമ്പം കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഗ്രീൻ പീസ് കുറുമക്ക്, ഗ്രീൻ പീസ് കുറുമ എന്ന് പറഞ്ഞാൽ ഈ ക്യാരറ്റ് പിന്നെ ബീൻസ് എല്ലാം ഇടണം. അതൊന്നും ക്യാരറ്റും ബീൻസും എല്ലാം ഇടണം. അപ്പം അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല, വെറും ഉരുളക്കിഴങ്ങ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഫ്ലെയിം ഓഫ് ചെയ്യാം. കറിയും ദോശയും ചായയും ഒക്കെ റെഡിയായി. അപ്പം
ഗ്യാസ് അടുപ്പും പിന്നെ അവിടെയുള്ള കൗണ്ടർ ടോപ്പും എല്ലാം ഞാൻ തുടച്ച് ക്ലീൻ ചെയ്യുവാണ്. എനിക്കെല്ലാം അപ്പം ഇങ്ങനെ തുടച്ച് ക്ലീൻ ചെയ്യണം, എങ്കിലേ ഒരു സമാധാനമുള്ളൂ ഗൈസ്. അപ്പോൾ അങ്ങനെ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാനിവിടെ ഫിഷിന് ഫുഡ് കൊടുക്കാൻ വരുവാണ്. അപ്പം എന്താ പറയുക, കുറേ ഫിഷുകൾ ഉണ്ടായിരുന്നു, എല്ലാം ചത്ത് തീർന്നു. ഫിഷ് ചാവുക വാങ്ങിയിടുക, ചാവുക വാങ്ങിയിടുക, ഇതാണ് എൻ്റെ പരിപാടി ഗൈസ്. അപ്പം ഇവർക്കും ഫുഡെല്ലാം കൊടുത്ത് കുറച്ച് സമയം ഇവരുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ എന്താ പറയുക, ഇവരിങ്ങനെ വെള്ളത്തിൽ പോകുന്നതെല്ലാം കണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഞാൻ എന്താക്കി, ഇങ്ങനെ കുറച്ച് സമയം ഇരുന്നിട്ട് ബാക്കി പണികൾ തീർക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫിഷ് മക്കൾക്കുള്ള ഫുഡും കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. നമ്മുടെ ആമിപ്പെണ്ണിൻ്റെ വീടൊന്ന് ക്ലീൻ ചെയ്യണ്ടേ. ആ പെണ്ണ് നല്ല പോലെ അലങ്കോലമാക്കിയിട്ടിട്ടുണ്ട്. അതും കൂടി ക്ലീൻ ചെയ്തെടുത്ത് നമ്മുടെ ഇൻഡോർ പ്ലാന്റിൻ്റെ അടുത്തോട്ട് ഞാൻ വന്നു. നമ്മുടെ ചൈന ഡോളിൻ്റെ മണ്ണൊക്കെ ഇതായിട്ടുണ്ടായിരുന്നു, ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തു, കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ അഗ്ലോണിമ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പുറത്ത് വെച്ചിട്ട് നാശമാകണ്ടെന്ന് വെച്ചിട്ട് ഇൻഡോറിലോട്ട് തന്നെ കൊണ്ടുവന്ന് വെച്ചു. വീട്ടിലുണ്ടാകുമ്പം ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ പരിപാടികൾ, ഗാർഡനിൽ പക്ഷികൾ ഒക്കെ. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇവർക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നു. അപ്പോഴേക്കും കൂടിൽ നിറയെ ഉറുമ്പ് ഗൈസ്. അതൊക്കെ വെള്ളം അടിച്ചിട്ട് കളയുവാണ്. ഉറുമ്പിനെ കൊണ്ടൊരു രക്ഷയുമില്ല. അങ്ങനെ കൂടെല്ലാം ക്ലീൻ ചെയ്തു, ഫുഡ് ഇട്ട് കൊടുക്കുകയാണ്. സൺഫ്ലവറിൻ്റെ സീഡാണ് കൊടുക്കാറ്. വാ വാ കഴിച്ചോ. ചോട്ടു ചിന്നുവേ ഇപ്പോൾ ഉള്ളൂ. മോട്ടൂനെയും പൊന്നൂനെയും അച്ചു കൊണ്ടുപോയി. തിന്നോ 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 തിന്നോ. എന്താ പരിപാടി? വാ, നിനക്ക് വേണ്ട? ചോട്ടൂന് വേണ്ട? ചിന്നുവിന് വേണ്ട? വാ, കൂടെ അടക്കട്ടെ എന്തൊക്കെയോ പറയാ. അങ്ങനെ അവരുടെ അടുത്തുനിന്ന് വരുമ്പോൾ ടൈം 12 മണിയായി ഗൈസ്. അപ്പം നല്ല ദാഹം, തണ്ണിമത്തൻ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 ഗ്ലാസ് തണ്ണിമത്തൻ ജ്യൂസും കുടിച്ചു. എല്ലാ പരിപാടികളും കഴിഞ്ഞ് അങ്ങനെ ഉച്ചയൂണ് കഴിക്കാൻ നോക്കുവാണ്. അപ്പോൾ സ്പെഷ്യലായിട്ട് അങ്ങനെയൊന്നുമില്ല. ഇന്നത്തെ ഹർത്താൽ എന്തായാലും ഞാൻ ഇവിടെ അടിച്ചു പൊളിച്ചു. എന്താണെന്ന് വെച്ചാൽ 2 ദിവസമാണ് ലീവ്. അപ്പം വീട്ടിലുള്ള കുറച്ച് പണികളൊക്കെ തീർക്കാൻ കഴിഞ്ഞു. അപ്പം ചോറുണ്ട്, പപ്പടമുണ്ട്, നല്ല വെളുത്തുള്ളി കറിയുണ്ട്, ബീട്രൂട്ട് തോരനുണ്ട്, രാവിലെ വെച്ച ഗ്രീൻ പീസ് കറിയുണ്ട്.